അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് വിലങ്ങാടാണ്, ഉരുൾപൊട്ടിയ സ്ഥലത്ത്. ഇത് വോക്സ് വാഗണിൻ്റെ ഒരു കാറാണ്. എങ്ങനെയോ ഇങ്ങനായി മാറി. കണ്ടില്ല, വോക്സ് വാഗണിൻ്റെ ഒരു ടയർ മാത്രമേ അവിടെ നമുക്ക് കറക്റ്റ് കാണാൻ കിട്ടുന്നുണ്ട്. ഈ ഏരിയ മൊത്തം ഇല്ലാണ്ടായി. ഇവിടെ നല്ലൊരു റോഡുണ്ടായിരുന്നു, 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന. അടിയിൽ കൂടി പാലായിരുന്നു. പാലും എല്ലാം പോയി, മൊത്തത്തിൽ നശിച്ചു. വലിയ കല്ലുകൾ ഉരുണ്ട് വീണ ഏരിയ തന്നെ ഇല്ലാതായി. എനിക്ക് അവിടെ കറക്റ്റ് കാണാൻ പറ്റും. ആ മുകളിൽ ഇത്രയും ഹൈറ്റിലാണ്. ഈ ഹൈറ്റിൽ നിന്നാണ് ഉരുൾപൊട്ടി. ഇത്രയും ഹൈറ്റിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ പൊട്ടി തകർന്നാണ് താഴോട്ട് പതിച്ചത്. കണ്ടില്ലേ, എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വന്നത്. നമുക്ക് ഫോണിൽ സൂം ചെയ്യാൻ പറ്റുന്ന അത്ര ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഇവിടെ നശിച്ചുപോയി. ഇവിടെ എന്തൊക്കെയോ സ്ഥാപനങ്ങളും കാര്യങ്ങളും നാട്ടുകാരോട് ചോദിച്ചാലാണ് എത്ര വീടുകളിവിടെ ഉണ്ടായിരുന്നു, എത്ര സ്ഥാപനങ്ങളിവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു 4 കുഴി കവലായിരുന്നു, അടിയിൽ കൂടി ചെറിയ പാലമായിരുന്നു. വലിയ പാറക്കല്ലുകൾ വീണ് ഈ ഭാഗം മൊത്തത്തിൽ നശിച്ചുപോയി. അപ്പോൾ കാണുന്നത് ഇതാ അവസ്ഥയിലാണ്. ഈ ഒരു വിലങ്ങാടൊരു മാഷ് മരിച്ചില്ലേ, അദ്ദേഹത്തിൻ്റെ ഷോപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. തറ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഇപ്പോൾ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ വലിയ ഗർത്തങ്ങളായി താഴോട്ട്. വലിയ വെള്ളം വീണ ശേഷം ഈ ഭാഗം സൂം ചെയ്ത് കാണിച്ചാൽ ഇത് കംപ്ലീറ്റ് വലിയ ഗർത്തങ്ങളായി മാറി. ഇങ്ങോട്ട് ഫുൾ ഗർത്തങ്ങളായി മാറി. അപ്പോൾ ആ ഒരു ലോങ് സൈറ്റിൽ കാണുന്ന ഒരു വീട് മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ഇതാണ് അവസ്ഥ. ഇപ്പം ഇവിടെ ഈ വീട് രക്ഷപ്പെട്ടു. കാരണം ഈ പാറക്കല്ല് അവിടെ വന്ന് പതിച്ച ശേഷം വെള്ളത്തിൻ്റെ ഗതി അവിടെ നിന്ന് ഈ സൈഡിലേക്ക് മാറിയ കാരണം ആ പോർഷനിൽ ഈ വീട് മാത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വീടിൻ്റെ തറഭാഗം കംപ്ലീറ്റ് നശിച്ചു വരുന്നുണ്ട്. തറയില്ല, അടിഭാഗമില്ല, മുകളിലത്തെ പോർഷൻ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. യാ അല്ലാഹ്, ആപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ നാഥ. ഈ കാണുന്ന അവസ്ഥ എന്താണ് യാ അല്ലാഹ്? നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. ഇവിടെ അങ്ങനെ 2 നിലയുള്ള ഒരു ഇതുണ്ട്, പീടിയ, ഒരു ഹോട്ടലും കാര്യങ്ങളും, പിന്നെ ഒരു കുരിശുപള്ളി, പിന്നെ അവിടെ 3 പോര, അവിടെ അങ്ങനെ 3 പോര. അതൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം വെള്ളത്തൊന്നും തിരിയുന്നുണ്ട. ഇവിടെ 2 നിലയുള്ള ഹോട്ടലല്ലേ? ചെറിയൊരു പീടിയ, പീടിയ ഈ പീടിയെന്നാണ് ആള് മരിച്ചത്. ജീപ്പിന്റെ അവസ്ഥ കണ്ടോ? ഉള്ളിലോട്ട് കംപ്ലീറ്റ് ചളി കയറി ഇതിന് ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടാവും. ബാക്ക് ഭാഗം പോയി നോക്കാം. ഇതാണ് ബാക്കിലെ അവസ്ഥ. ഒരു മൊത്തത്തിൽ പോയി. ഇവിടെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ചെറിയ അരുവിയായിരുന്നു. ഈ അരുവി വലുതായി വലിയ എന്താ പറയുക, തടാകമല്ല, എന്തായാലും പറയാം, അതായി നിങ്ങൾ കാണുന്ന അതായി മാറി. വലിയ പാറക്കല്ലുകളാണ് ഉരുണ്ട് വീണത്. യാ അല്ലാഹ്, ആപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കുക.